ഹായ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റമാണ്. നമ്മൾ ഇന്ന് ബോണിനെ പറ്റിയാണ്, സ്കെലിറ്റൽ സിസ്റ്റത്തിലെ ബോണിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബോണിൽ എന്തൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്? ബോണിനെ പറ്റിയുള്ള പഠനം, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, ഇതെന്താണെന്ന് ആണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നോക്കുന്നത്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം. ഈ ഒരു നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് കിടക്കാമേ. എന്താണെന്ന് നമ്മളിന്ന് എടുക്കുന്നത് ബോണിനെ പറ്റിയാണ്. ബോൺ എന്താണെന്നാണ് നമുക്ക് അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ലോങ് ബോണെന്നും ഷോർട്ട് ബോണെന്നും അങ്ങനെ നിരവധിയായിട്ട് ഫ്ലാറ്റ് ബോണെന്നും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്? എന്താണ് സ്കെലിറ്റൽ സിസ്റ്റം? വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോൺസ്, ജോയിൻസ് ആൻഡ് സ്കെലിറ്റൽ മസിൽസ്. എന്തൊക്കെ കൂടി ചേർന്നതാണിത്? ബോൺസ്, ജോയിൻസ് ആൻഡ് സ്കെലിറ്റൽ മസിൽസ് കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മസിൽസ് വന്നു, ബോൺസ് വന്നു, ജോയിൻസ് വന്നു. അപ്പം മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റമാണ് കേട്ടോ. വാട്ട് ഈസ് ഇറ്റ്? മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ കൺസിസ്റ്റ് ഓഫ് ബോൺസ്, ജോയിൻസ് ആൻഡ് സ്കെലിറ്റൽ മസിൽസ്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഡു? ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്ക് എന്താണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് അല്ലേ. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിന് സ്ട്രക്ചർ കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ചിലപ്പം അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ വളഞ്ഞിരിക്കും അല്ലേ, കൂനുള്ളവരുണ്ട് അങ്ങനെ. അപ്പം സ്കെലിറ്റൽ സിസ്റ്റമാണ് നമുക്ക് എന്ത് തരുന്നത്? സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നത്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്ട്രക്ചർ, ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട്, സ്ട്രക്ചർ, മൂവ്മെൻറ്റ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ഓർഗൻസ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്കെലിറ്റൽ സിസ്റ്റത്തിനെ പറ്റിയുള്ള പഠനം ഇനി എന്താണ്? നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ പറ്റിയുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജി. ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, നമ്മൾ എന്തിനെ പറ്റിയാണ് അവിടെ പറയുന്നത്? ബോണിനെ പറ്റിയാണ് പറയുന്നത്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണാണ് കേട്ടോ. അപ്പോൾ ഓളജി സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി എന്നാണെന്നറിയാമല്ലോ. അപ്പോൾ ഓസ്റ്റിയോളജി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബോൺസ്. എന്താണിത്? നമ്മുടെ ബോൺസിനെ പറ്റിയുള്ള പഠനമാണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. ബോണിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ പഠിക്കുന്ന പഠനമാണെന്ത്? ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. ദെൻ ബോണിലെ ടിഷ്യൂ എന്താണ്? ബോൺ ടിഷ്യൂവിൽ നമ്മൾ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ പഠിച്ചപ്പം പറഞ്ഞു ബോൺ ഈസ് എ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു അല്ലേ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോംഡ് ഫ്രം എ മിനറലൈസ്ഡ് കൊളാജൻ ആൻഡ് മെട്രിക്സ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് ഈ കണക്റ്റീവ് ടിഷ്യൂ, ബോൺ കണക്റ്റീവ് ടിഷ്യൂ? മിനറലൈസ്ഡ് കൊളാജൻ ആൻഡ് മെട്രിക്സ്, കൊളാജൻ ആൻഡ് മെട്രിക്സും കൂടി ചേർന്നാണിത് ഫോം ആയിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഓസിഫിക്കേഷൻ? ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് കാർട്ടിലേജ് ടു ബോൺ. എന്താണ്? നമ്മളുടെ ബോണ്, കാർട്ടിലേജ് ഉണ്ടല്ലോ, കാർട്ടിലേജ് കൺവേർട്ട് ചെയ്ത് ബോൺ ആകുന്ന പ്രോസസ്സാണ് എന്ത്? ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം വാട്ട് ഈസ് ഓസിഫിക്കേഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് കാർട്ടിലേജ് ടു ബോൺ. എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ്, അതായത് നമ്മുടെ കാർട്ടിലേജ് കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറും? ബോണായിട്ട് മാറുന്ന പ്രോസസ്സിന്, ആ ഒരു പ്രക്രിയയ്ക്കല്ല, ആ പ്രോസസ്സിന് എന്തെന്ന് പറയും? ഓസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡൈനാമിക് നേച്ചർ എന്താണ്? ബോൺസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ട്രോങ് ആണല്ലേ. അല്ലേ നമുക്ക് ഈ നമ്മൾ പറയത്തില്ലേ ബോൺ സ്ട്രോങ്. ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്ലാസ് നിറച്ച് പാലൊക്കെ കൊടുക്കണം. കാരണം അവരുടെ എന്താണ് എല്ലിന് നല്ല ബലം ഉണ്ടായിരിക്കാനാണ് അല്ലേ, ബോൺ നല്ല സ്ട്രോങ് ആയിരിക്കാനാണ്. അപ്പോൾ ബോൺസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ട്രോങ് ആണ്, ഹൈലി വാസ്കുലറാണ്. എന്താണ്? ഹൈലി വാസ്കുലറാണ്. വാസ്കുലർ എന്താണെന്നറിയാലോ, നിറയെ ബ്ലഡ് വെസൽസും ബ്ലഡ്സും ഒക്കെ അടങ്ങിയതാണ് അല്ലേ. ദെൻ ആൻഡ് കോൺസ്റ്റൻ്റ്ലി ബീങ് റിന്യൂഡ് ആൻഡ് റീമോഡൽഡ്. എന്താണ്? ഇത് റിന്യൂഡ് ആകും, റീമോഡൽഡും ചെയ്യപ്പെടും കേട്ടോ. ഇപ്പം നമ്മുടെ ബോണൊക്കെ ഒന്ന് ബ്രേക്കായി പോയി കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്ത് അത് റീമോഡൽ ചെയ്യത്തില്ല, അത് വീണ്ടും അത് നോർമലായിട്ട് വരും അല്ലേ. അപ്പം ഒടിഞ്ഞു പോകുന്ന ബോൺസൊക്കെ വീണ്ടും അത് നമ്മളതിനെ ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ആ ഒരു പൊസിഷനിൽ ബാൻഡേജ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് വരും? ഈ ബോൺ വീണ്ടും എന്തായി? മോഡിഫൈ, റീമോഡൽഡ് ചെയ്യപ്പെടും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ദെൻ ഈ ബോണിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ബോൺസിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്ട്രക്ചറൽ സപ്പോർട്ട്. നമ്മുടെ ബോണ്
പ്രൊവൈഡ്സ് ദ ബോഡി ഫ്രെയിം വർക്ക്. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം, നമ്മുടെ എല്ലുകൾ അല്ലെങ്കിൽ ബോൺസ് ആണ് നമ്മുടെ ബോഡിക്ക് എന്ത് കൊടുക്കുന്നത്, ഫ്രെയിം വർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ബോഡി, നമ്മൾ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിൻ്റെ റീസൺ എന്താണ്, നമ്മളുടെ എന്താ പറഞ്ഞത്, നമുക്ക് ഈ ഒരു സ്ട്രക്ചർ, ഹ്യൂമൻ ബീയിങ് എന്നൊരു സ്ട്രക്ചറിന് അതിൻ്റേതായിട്ടുള്ള സ്കെലിറ്റൽ സിസ്റ്റത്തിന് ഒരു സ്ട്രക്ചറുണ്ട് അല്ലേ. ആ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബോണാണ്. അപ്പോൾ സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഈ സ്കെലിറ്റൽ സിസ്റ്റമാണ്, ബോണാണ് കേട്ടോ. പ്രൊവൈഡ്സ് ദ ബോഡി ഫ്രെയിം വർക്ക്. ദെൻ നെക്സ്റ്റ് എന്താണ്, നമ്മളെ മൂവ് ചെയ്യാൻ സഹായിക്കും, നമ്മളെ നടക്കാനും മൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് എന്താണ്, ഈ മസിൽസും കൂടി ചേർന്നിട്ടാണ്. ഈ ബോണിനോട് ചേർന്ന് എന്തുണ്ട്, മസിൽസ് ഉണ്ട് അല്ലേ. അപ്പം അതാണ് സെർവ്സ് ആസ് അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ് ഫോർ മസിൽസ് ആൻഡ് ടെൻഡൻസ് അലൗവിങ് മോഷൻ. അപ്പോൾ നമ്മുടെ ഈ സ്കെലിറ്റൺ, അതായത് ബോണിനോട് കൂടി ചേർന്ന് എന്തുണ്ട്, സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്. എന്തുണ്ട്, സ്കെലിറ്റനോട് കൂടി ചേർന്ന് സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്. ദാറ്റ് എന്തിനു സഹായിക്കുന്നു, ഹെൽപ്പ് അസ് ടു മൂവ്, മോഷന് സഹായിക്കുന്നു, നമുക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലേ. കൈയൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിന് തന്നെ മൂവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇറ്റ്സ് എ സ്ട്രോങ്, എന്താ പറയുക, ഹാർഡ് സ്ട്രക്ചറാണ് ഈ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് മൂവ് ചെയ്യണമെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്ത് എന്തുണ്ട്, മസിൽസ് ഉണ്ട്. ആ മസിൽസാണ് എന്തിന് സഹായിക്കുന്നത്, മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നത്. അപ്പം സെർവ്സ് ആസ് അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ് ഫോർ മസിൽസ് ആൻഡ് ടെൻഡൻസ് അലോങ് മോഷൻസ്. ദെൻ പ്രൊട്ടക്ഷൻ എന്താണ് ഇനി പ്രൊട്ടക്ഷൻ എന്താണ്, എന്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഫോംസ് ബൗണ്ടറീസ് ഫോർ ദ ക്രേനിയം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ക്രേനിയം മീൻസ് ബ്രെയിൻ. അപ്പോൾ തൊറാക്സ് ചെസ്റ്റ് ക്യാവിറ്റി അല്ലേ, ആൻഡ് പെൽവിസ് സേഫ് ഗാർഡിങ് ഇൻറ്റേർണൽ ഓർഗൻസ്. അതായത് നമ്മുടെ ഡെഡിക്കേറ്റഡ് ഓർഗനായ ബ്രെയിനും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം എങ്ങനെയാണ് ഈ ഒരു ക്യാവിറ്റിക്കുള്ളിൽ, ഈ ബോൺ ക്യാവിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യില്ല. അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, അപ്പോൾ ബോണിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്താണ്, പ്രൊട്ടക്ഷനാണ് കേട്ടോ. ദെൻ ബ്ലഡ് പ്രൊഡക്ഷൻ, ഹീമോഫോയേസിസ്, ബ്ലഡ് സെൽ ഫോർമേഷൻ ഒക്കേഴ്സ് ഇൻ റെഡ് ബോൺ മാരോ. നമ്മൾ നേരത്തെ ടിഷ്യൂവിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണിതല്ലേ. അപ്പോൾ നമ്മളുടെ ബോൺസ്, ലോങ് ബോൺസിനുള്ളിൽ, ലോങ് ബോൺസ് എന്നല്ല, ബോൺസിനുള്ളിൽ എന്തുണ്ട്, അത് നമുക്ക് ഏതൊക്കെ ബോൺസിനുള്ളിലാണ്, ടൈപ്പ് ഓഫ് ബോൺസിനുള്ളിലാണ്, നെക്സ്റ്റ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഈ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. അപ്പം ഹീമോഫോയിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെയാണ് നമുക്ക് റെഡ് ബ്ലഡ് സെൽസ്, അതായത് നമ്മുടെ ബ്ലഡ് സെല്ലുകൾ, വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ നമ്മുടെ ബോണിനുള്ളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ബോണിനുള്ളിൽ 2 തരം, ഒന്ന് റെഡ് ബോൺ ഉണ്ട്, നമ്മൾ മജ്ജ എന്നൊക്കെ പറയത്തില്ലേ, എല്ലിൻ്റെ മജ്ജയാണതെന്നൊക്കെ പറയത്തില്ല, അതാണ് റെഡ് ബോൺ മാരോ. അത് മജ്ജ തന്നെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്, റെഡ് ബോൺ മാരോ എന്നും എന്താണ് റെഡ് ബോൺ മാരോ എന്നും യെല്ലോ ബോൺ മാരോ എന്നും 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. റെഡ് ബോൺ മാരോ എന്ന് പറയുമ്പോഴത്തേക്ക് റെഡ് ബ്ലഡ് സെൽസ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് RBC WBC പ്ലേറ്റ്ലെറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഇൻ ദ റെഡ് ബോൺ മാരോയിലാണ്. അതുപോലെ ഈ എല്ലിനുള്ളിൽ ഈ മജ്ജ അല്ലെങ്കിൽ ഈ ബോൺ മാരോ യെല്ലോ ബോൺ മാരോ ഉണ്ട്. യെല്ലോ ബോൺ മാരോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എല്ലുകൾ എന്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഫാറ്റ് അല്ലേ, ഇറ്റ് സ്റ്റോർസ് ഫാറ്റ്. അപ്പോൾ യെല്ലോ ബോൺ മാരോ എന്ത് ചെയ്യുന്നു, ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു കേട്ടോ. അപ്പം ഇവിടെ റെഡ് ബോൺ മാരോ നമ്മുടെ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ RBC ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന ഹീമോഫോയേസിസ് എന്നാണ്. എന്താണ് RBC പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലഡ് സെൽ ഫോർമേഷൻ എന്താണ്, RBC തന്നെയല്ല, ഞാൻ പറഞ്ഞു WBC പ്ലേറ്റ്ലെറ്റ് എല്ലാം ബ്ലഡ് സെൽസ്, ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫോർമേഷൻ ചെയ്യുന്ന ഈ പ്രോസസ്സിന് നമ്മൾ ഹീമോഫോയേസിസ് എന്നാണ് പറയുന്നത്. അപ്പം ബ്ലഡ് പ്രൊഡക്ഷൻ, മറ്റൊരു ഫംഗ്ഷൻ എന്താണ്, ബോണിൻ്റെ ബ്ലഡ് പ്രൊഡക്ഷനാണ് കേട്ടോ. ദെൻ മിനറൽ സ്റ്റോറേജ്, ആക്ട് ആസ് എ റിസർവയർ ഓഫ് എസെൻഷ്യൽ മിനറൽസ്, എക്സ്പെഷ്യലി കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് അല്ലേ. നമ്മുടെ ഈ ഒരു ബോൺസ് എന്ന് പറയുന്നത് റിച്ച് ഇൻ കാൽഷ്യമാണ് അല്ലേ. കാൽഷ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൺ പതുക്കെ വീക്കായിട്ട് എന്താകും, പൊടിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പം കാൽഷ്യം വളരെയധികം അത്യാവശ്യമാണ് നമ്മുടെ ബോണുകൾക്ക്. അപ്പം കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നമ്മുടെ എവിടെയാണ്, എല്ലുകളിലാണ്, നമ്മുടെ ബോണുകളിലാണ്. അപ്പോൾ ആക്ട് ആസ് എ റിസർവെയർ ഫോർ എസെൻഷ്യൽ മിനറൽസ്, എക്സ്പെഷ്യലി കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പം ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബോൺസ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫങ്ഷൻസ്
ഓഫ് ബോൺസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ട്രക്ചറൽ സപ്പോർട്ട് പറഞ്ഞു, മൂവ്മെൻറ്റ്സ് പറഞ്ഞു, പ്രൊട്ടക്ഷൻ പറഞ്ഞു, ബ്ലഡ് പ്രൊഡക്ഷൻ, മിനറൽ സ്റ്റോറേജ്. അപ്പോൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബോൺസ്. ദെൻ നമ്മളുടെ ഈ ബോൺസിനെ അതിൻ്റെ ഷേപ്പുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ ബോണിനെ അതിൻ്റെ ഷേപ്പുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ലോങ് ബോൺസ്, എന്തൊക്കെയാണ്? ലോങ് ബോൺസ്, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ്, ഇറഗുലർ, അത് ഞാൻ കാണിച്ചുതരാം, ഇവിടെ എഴുതി കാണിക്കാൻ പറ്റുന്നില്ല, ഇറഗുലർ ബോൺസ് ആൻഡ് സെസമോയിഡ് ബോൺസ് എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളുടെ ബോൺസിനെ അതിൻ്റെ ഷേപ്പുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ലോങ് ബോൺസ്, എന്താണത്? ലോങ് ബോൺസ്, നീളമുള്ള ബോൺ. അപ്പോൾ ലോങ്ങസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി ഈസ് ഫീമറാണ്, നമ്മളുടെ തൈ ബോൺസ്. തുടയലിലാണ് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ ബോൺ. അപ്പം അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫീമർ ഈസ് ദ ലോങ്ങസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി. ഓക്കെ, ഇൻ ദ സ്കെലിറ്റൽ സിസ്റ്റം, ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഏറ്റവും നീളം കൂടിയ ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഫീമർ ആണ്, അല്ലെ തൈ ബോൺസ് എന്നും പറയും കേട്ടോ. അപ്പം ഇറ്റ്സ് എ ലോങ് ബോൺസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. എന്ത് കാണപ്പെടുന്നു? ലോങ് ബോൺസ് ഉണ്ട്. ദെൻ എന്തുണ്ട്? ഷോർട്ട് ബോൺസ് ഉണ്ട്. എന്തുണ്ട്? ലോങ് ബോൺസ് ഉണ്ട്, ഷോർട്ട് ബോൺസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു റീജിയണിൽ, നമ്മുടെ ഹാൻഡിൻ്റെ ഈ റിസ്റ്റ് റീജിയണിൽ എന്തുണ്ട്? ഒരു സ്മോൾ ഷോർട്ട് ബോൺസ് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? ഷോർട്ട് ബോൺസ് ഉണ്ട്. ദെൻ എന്തുണ്ട്? ഫ്ലാറ്റ് ബോൺസ് ഉണ്ട്. ഫ്ലാറ്റ് ബോൺസ് കാണാം. ഇറഗുലർ ഷേപ്പ്ഡ് ബോൺസ് ഉണ്ട്. വലിയ ഷേപ്പൊന്നുമില്ല, ഇറഗുലർ ഷേപ്പ്ഡാണ്. ദെൻ എന്താണ്? സെസമോയിഡ് ബോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തില്ലിൻ്റെ ആകൃതിയിലുള്ള ഇതാണ്, ബോണാണ് കേട്ടോ. ദിസ് ഈസ് സെസമോയിഡ് ബോൺസ്. എവിടെയാണ് കാണപ്പെടുന്നത്? പട്ടേല റീജിയനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? നമ്മളുടെ എല്ലുകളിലെ അല്ലെ ബോൺസിനെ അതിൻ്റെ ഷേപ്പുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ലോങ് ബോൺസ്, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ്, ഇറഗുലർ ബോൺസ്, സെസമോയിഡ് ബോൺസ് എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോങ് ബോൺസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് ലോങ് ബോൺസ് എന്താണെന്ന് നോക്കാം. ഈ ലോങ്ങേറ്റഡ് സ്ലെൻഡർ ബോൺസ്, എക്സാമ്പിൾ ഓഫ് ദ ലിംസ്, ബോൺസ് ഓഫ് ദ ലിംസ്. നമ്മളുടെ കൈകാലുകളിലെ ലിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകാലുകളാണ്. അപ്പർ ലിംസ്, ലോവർ ലിംസും അല്ലേ. അപ്പോൾ കൈകാലുകളിലെ ബോൺസിന് നീളം കൂടുതലാണ്. അപ്പോൾ ലോങ് ബോൺസ് എന്ന് പറയുന്ന എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ കൈകാലുകളിൽ കാണപ്പെടുന്ന, നമ്മുടെ ശരീരഭാഗത്തല്ല, നമ്മുടെ കാലിലും കാണപ്പെടുന്ന ബോൺസാണ് എന്ത്? ലോങ് ബോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ദിസ് ഈസ് ദ ലോങ് ബോൺ സ്ട്രക്ചർ. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ലോങ് ബോൺസിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സിനെ ഡയാഫൈസിസ്, എപ്പിഫൈസിസ് എന്ന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് പോകാം. ഈ ഒരു ഭാഗം കണ്ടോ? ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ എപ്പിഫൈസിസും ഈ ഒരു റീജിയണും, എപ്പിഫൈസിസും ഈ ഷാഫ്റ്റ് പോർഷൻ, ഈ ഒരു കാണപ്പെടുന്ന അതിൻ്റെ ഡയാഫൈസിസ് റീജിയനുമാണ്. എന്താണ്? ഡയാഫൈസിസും ഇത് എന്താണ്? എപ്പിഫൈസിസുമാണ് ഈ കാണിപ്പിച്ചിരിക്കുന്നത്. താഴെയുള്ള ഭാഗം ഡിസ്റ്റൽ എപ്പിഫൈസിസും മുകളിൽ പ്രോക്സിമൽ എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. ഡയാഫൈസിസ് ഈ നടുക്കത്തെ ഈ ഒരു കോമ്പാക്റ്റ് ബോണാണ്, ഇതിന് കട്ടി കൂടുതലാണ്. ഇവിടെ എന്താണ്? സോഫ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സോഫ്റ്റ് ആണ്. ഇവിടെ എന്താ കാണപ്പെടുന്നത്? ബോൺ മാരോ ആണ് കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല കോമ്പാക്റ്റ് റീജിയൻ ആണ് കേട്ടോ. അപ്പം ദെൻ നെക്സ്റ്റ് എന്താണ്? ഷോർട്ട് ബോൺസ് ആണ്. ചബ്ബി ആൻഡ് ബോക്സി ആണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബോക്സിയാണ്. ഷോർട്ട് ബോൺസ് എന്ന് പറയുമ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഇത് ക്യൂബോയിഡൽ ഷേപ്പ് ആയിരിക്കും. റിസ്റ്റിലും ആങ്കിൾ ബോൺസിലുമാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ കൈയുടെ റിസ്റ്റിലും നമ്മുടെ കാലിൻ്റെ ആങ്കിൾ ബോണില്ലേ, ആ ഒരു റീജിയണിലുമാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഷോർട്ട് ബോൺസ് കാണപ്പെടുന്നത്. ദെൻ ഫ്ലാറ്റ് ബോൺസ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫ്ലാറ്റ് ബോൺസ് തിന്നാണ്. വളരെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നാണ്, കേർവ്ഡാണ്. എന്താണ്? ഇറ്റ്സ് കേർവ്ഡാണ്, കേർവ് പോലെ ഇരിക്കും, തിന്നുമാണ്. ഏതൊക്കെയാണിത്? സ്കൾ ബോൺസും റിബ്സും. നോക്കിയിട്ട് പോകാമെന്ന്. അപ്പം നമ്മൾ ഫ്ലാറ്റ് ബോൺസ് പറഞ്ഞു. ദിസ് ഈസ് ദ ഫ്ലാറ്റ് ബോൺസ് അല്ലേ, ഈ കാണപ്പെടുന്നതും. ഇവിടെ ഇത് റിസ്റ്റ് റീജിയണും ഇത് നമ്മുടെ ആങ്കിൾ റീജിയണുമാണ്.
ഇതാണ് ആംഗിൾ റീജിയണിലും. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബോക്സി ഷേപ്പ് ആണെന്ന് പറഞ്ഞല്ലേ, ഈ ഓൾ സൈഡ്സ് ഈക്വൽ ഇങ്ങനെ ബോക്സ് ഷേപ്പ്ഡ് ആയിരിക്കും ഇതിന് കാണപ്പെടുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്, ലോങ് ബോൺസ് പറഞ്ഞു, നമ്മൾ ഷോർട്ട് ബോൺസ് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, ഫ്ലാറ്റ് ബോൺസ് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു, ഫ്ലാറ്റ് ബോൺസ്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ മിഡിൽ ഭാഗത്തും നമ്മളുടെ സ്കൾ ബോണ്, റിബ്സ്, കോളർ ബോൺസ്, കോളറല്ല കേട്ടോ, നമ്മുടെ റിബ്സ് ഒക്കെ എന്താണ്, റിബ്സൊക്കെ നമ്മുടെ ഫ്ലാറ്റ് ബോൺസിൽ വരുന്നതാണ്. എന്താണ്, ഫ്ലാറ്റ് ബോൺസിൽ വരുന്നതാണ്. ഇറഗുലർ ഷേപ്പ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു നമ്മുടെ നട്ടലില്ലേ, നമ്മുടെ വെർട്ടിബ്രൽ കോളം, ആ വെർട്ടിബ്രൽ കോളമാണ് എന്തെന്ന് പറയുന്നത്, ആ വെർട്ടിബ്രൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ. ഇത് ഇറഗുലർ ഷേപ്പ്ഡാണ്. ഇതിനെന്തില്ല, ഒരു പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല, ഇറഗുലർ ആണത്. എന്താണ്, ഇറഗുലർ ഷേപ്പ്ഡാണ്. അപ്പം എന്താണ്, ഇറഗുലർ ഫ്ലാറ്റ് ബോൺസ് നമ്മൾ നോക്കി, തിന്നാണ്, കർവ്ഡ് ആണ്. എക്സാമ്പിൾ പറഞ്ഞ സ്കൾ ബോൺസ്, റിബ്സ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലേ, സ്റ്റേർണം, പിന്നെ നമ്മളുടെ സ്കൾ ബോണ് ഒക്കെ പറഞ്ഞല്ലേ. ഇറഗുലർ ബോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്ലക്സ് ഷേപ്പാണ്. എങ്ങനെയുള്ള ഷേപ്പാണ്, അതിൻ്റെ കോംപ്ലക്സ് ഷേപ്പാണ് വിത്ത് മൾട്ടിപ്പിൾ പ്രൊജക്ഷൻസ്. അതിനെന്തുണ്ട്, മൾട്ടിപ്പിൾ പ്രൊജക്ഷൻസ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വെർട്ടിബ്രി, നമ്മളുടെ സ്പൈൻ, വെർട്ടിബ്രി, നട്ടെല്ല് കേട്ടോ, അതിനെന്താണ് ഒരു ഷേപ്പ് വരുന്നത്, ഇറഗുലർ ഷേപ്പാണ് കേട്ടോ. ദെൻ സിസമോയിഡ് ബോൺസ് ദാറ്റ് ഫോം വിത്ത് എ ടെൻഡൺ, ഇത് നമ്മുടെ ടെൻഡിനോട് ചേർന്ന് കിടക്കുന്നതാണ്. നമ്മളുടെ മുട്ടില്ലേ, നമ്മുടെ നീ ക്യാപ്പ്, പട്ടേല ഓർ നീ ക്യാപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. പട്ടേല ഓർ നീ ക്യാപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. സെസമോയിഡ് ബോൺസ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ദിസ് ഈസ് സെസമോയിഡ് ബോൺസ്. അപ്പോൾ എന്ത് പറഞ്ഞു, നമ്മളുടെ ബോണുകളെ അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തരംതിരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് ബോൺസ്, ഇറഗുലർ ബോൺസ്, ലോങ് ബോൺസ്, സെസമോയിഡ് ബോൺസ് ആൻഡ് ഷോർട്ട് ബോൺസ്, 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് ഫ്ലാറ്റ് ബോൺസിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്കള്, സ്റ്റേർണം, റിബ്സ് ഒക്കെയാണ്. ദെൻ വെർട്ടിബ്രേ, പെൽവിസ് ഒക്കെ എന്താണ്, ഇറഗുലർ ഷേപ്പ്ഡാണ്, ഇറഗുലർ ബോൺസ് ആണ്. ലോങ് ബോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ കൈകാലുകളിൽ കാണപ്പെടുന്ന ബോണുകളാണ്. ഇതുണ്ട്, കയ്യിലും കാലിലും ഒക്കെ കാണപ്പെടുന്ന ബോണുകളാണ് എന്ത്, ലോങ് ബോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അതിന് എക്സാമ്പിൾ വരെ ഫീമറുണ്ട്, ടിബിയ, ഫിബുല, അൾന, റേഡിയസ്, ഹ്യൂമറസ്, അങ്ങനെ ഒത്തിരി ബോണുകളുണ്ട് ലോങ് ബോൺസിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും നീളം കൂടിയത് അതിൽ ഫീമർ, തൈ ബോൺ ആണെന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു, തൈ ബോൺസ് ആണെന്ന് പറഞ്ഞു. ദെൻ സെസമോയിഡ് ബോണ് പട്ടേല എവിടെയാണ്, ഈ ഒരു നമ്മളുടെ പട്ടേല നമ്മുടെ മുട്ട് അല്ലേ, നീ ക്യാപ്പിൽ കാണപ്പെടുന്നതാണ്. ദെൻ ഷോർട്ട് ബോൺസ് എന്ന് പറയുമ്പോൾ ആംഗിൾസിലും നമ്മുടെ റിസ്റ്റിലും കാണപ്പെടുന്നതാണ് ഷോർട്ട് ബോൺസ് കേട്ടോ. ഇപ്പം നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ബോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ ടൈപ്സ് ഓഫ് ബോൺസ് പഠിച്ചു. ഇനി മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ബോൺ കമ്പോസിഷൻ, നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോൾ ബോണിൻ്റെ ഒരു കമ്പോസിഷൻ, ബോണിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും. ഇൻഓർഗാനിക് മെറ്റീരിയൽ അടങ്ങിയിട്ടുണ്ട്, ഓർഗാനിക് മെറ്റീരിയൽ അടങ്ങിയിട്ടുണ്ട്, ബോൺ സെൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്, കണക്റ്റീവ് ടിഷ്യൂവിൽ, ബോൺ കണക്റ്റീവ് ടിഷ്യൂവിൽ പഠിച്ചു പോയതാണ് അല്ലേ. അപ്പോൾ ഇൻഓർഗാനിക് മെറ്റീരിയൽസ്, കാൽഷ്യം സോൾട്ട്, കാൽഷ്യം ഫോസ്ഫേറ്റ്, പ്രൊവൈഡിങ് ഹാർഡ്നെസ്, ഇതെന്ത് നമ്മുടെ എല്ലുകൾക്ക് കട്ടി കൊടുക്കുന്നു, ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഓർഗാനിക് മെറ്റീരിയൽ എന്താണ്, കാൽഷ്യം സോൾട്ടും കാൽഷ്യം ഫോസ്ഫേറ്റും ഒക്കെയാണ്, അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റ്. ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോയിഡ്, കമ്പോസ്ഡ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ്. അത് കൊളാജൻ എന്താണ്, ഇറ്റ്സ് എ പ്രോട്ടീൻ ഫൈബറാണ്. കൊളാജൻ മീൻസ് പ്രോട്ടീനാണ്. അപ്പം ഇതിനകത്ത് ഇത് മെട്രിക്സ് ആണ്. ഇത് രണ്ടും എന്താണ്, നമ്മുടെ ഇപ്പോൾ ഒരു ബോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സെല്ലുകളുണ്ട്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. എന്തുണ്ട്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. ഗ്രൗണ്ട് സബ്സ്റ്റൻസിൽ ഇൻഓർഗാനിക് സബ്സ്റ്റൻസും ഉണ്ട്, ഓർഗാനിക് സബ്സ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇൻഓർഗാനിക് എന്താണ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണെന്ന് പറഞ്ഞു. ഓർഗാനിക് മെറ്റീരിയൽ എത്ര %, 1/3 അടങ്ങിയിട്ടുണ്ട്.
ഓസ്റ്റിയോയിഡ് കൊളാജൻ ഫൈബേഴ്സ് ആണ്. ഇതെന്താണ്? ഓസ്റ്റിയോയിഡ് കമ്പോസ്ഡ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇത് നമ്മുടെ ബോണിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും. കൊളാജൻ ഫൈബേഴ്സ് എന്തിനും സഹായിക്കുന്നു? ഫ്ലെക്സിബിലിറ്റിക്കും സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യുന്നു. ബിക്കോസ് ഇത് എന്താണ്? അതൊരു പ്രോട്ടീൻ ഫൈബറാണ്. ദെൻ ബോൺ സെൽസ് ലെസ് ദാൻ 2% അടങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിനകത്ത് നമ്മളുടെ ഇതൊന്ന് കമ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2/3 കാൽഷ്യം ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു ബോണുകളിൽ, എല്ലുകളിൽ. അതുപോലെ ഓസ്റ്റിയോയിഡ് കമ്പോസ്ഡ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് 1/3 അടങ്ങിയിരിക്കുന്നു. ലെസ് ദാൻ 2%, അത് 2% കുറവ് എന്തടങ്ങിയിരിക്കുന്നു? നമ്മളുടെ സെല്ലുകൾ അടങ്ങിയിരിക്കുന്നു. ദ ലിവിങ് കമ്പോണൻറ്റ് ഓഫ് ബോൺ സെൽസ്. അതെന്താണ്? ഈ ബോൺ സെൽസ് എന്തൊക്കെയാണെന്ന് ഇനി നമുക്കൊന്ന് നോക്കാമേ. ഏതൊക്കെയാണ് ഈ ബോൺ സെൽസ്? അപ്പം ബോണിൻ്റെ കമ്പോസിഷൻ പറയുമ്പോൾ സെൽസും മെട്രിക്സുമാണ് അടങ്ങിയിരിക്കുന്നത്. മെട്രിക്സ് നമ്മൾ പറഞ്ഞു ഓർഗാനിക് ഉണ്ട്, ഇൻഓർഗാനിക് ഉണ്ടെന്ന് പറഞ്ഞു. സെൽസും നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ആ സെല്ലുകൾ? ഏതൊക്കെയാണ്? നമ്മൾ മെട്രിക്സ് കണ്ടു. എന്തൊക്കെയാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണെന്ന് അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? കൊളാജൻ ഫൈബേഴ്സ് ഉണ്ട് അടങ്ങിയിരിക്കുന്നു. ഓസ്റ്റിയോയിഡ് അല്ലേ കൊളാജൻ ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് ആണ് കാണപ്പെടുന്നത് നോക്കണേ. അപ്പോൾ അതിന് മുന്നായിട്ട് ദ നോൺ സെല്ലുലാർ റിജിഡ് പാർട്ട് ഓഫ് ബോൺ ടിഷ്യൂ ഓർഗാനിക് കമ്പോണൻറ്റ് 30%, പ്രൈമർലി ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ്. ഓക്കെ. ദെൻ പ്രൊവൈഡ് ഇതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ടെൻസൈൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഓർഗാനിക് കമ്പോണൻറ്റ് എന്ത്? 70% അടങ്ങിയിരിക്കുന്നു. ഹാർഡ്നെസ്, മിനറൽ സോൾട്ട്, മെയിൻലി കാൽഷ്യം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പ്രൊവൈഡ്സ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? നമ്മുടെ എല്ലുകൾക്ക് നല്ല ഹാർഡ്നെസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സെൽസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ബോണുകൾ ഏതൊക്കെയാണ്? ബോൺ സെല്ലുകൾ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് ബോൺ സെൽസ് അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. ദീസ് ആർ ദ സെൽസ് പ്രസൻറ്റ് ഇൻ ദ ബോൺ സെല്ലിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. അപ്പോൾ ഓസ്റ്റിയോസൈറ്റ് ഈസ് ദ മെച്യൂർ സെൽ. ഇതിനകത്തെ ഓസ്റ്റിയോസൈറ്റ് ആണ് മെച്യൂർ സെൽ എന്ന് പറയുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോൺ ബിൽഡിംഗ് സെല്ലാണ്. എന്താണ് ബോൺ ബിൽഡിംഗ് സെൽസ് എന്ന് പറയുന്നത്? എന്താണ്? ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ആണ്. ദാറ്റ് ഡിപ്പോസിറ്റ് ഓസ്റ്റിയോയിഡ് ആൻഡ് മിനറൽസ്. ഇതെന്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു? ഓസ്റ്റിയോയിഡും മിനറൽസും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇത് ബോൺ ബിൽഡിംഗ് സെൽ. അപ്പോൾ ബോൺ ബിൽഡിംഗ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഓസ്റ്റിയോബ്ലാസ്റ്റ് ഈസ് ദ ബോൺ ബിൽഡിംഗ് സെൽ ദാറ്റ് ഡിപ്പോസിറ്റ് ഓസ്റ്റിയോയിഡ് ആൻഡ് മിനറൽസ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ പെരിയോസ്റ്റിയം ആൻഡ് അറ്റ് സൈറ്റ് ഓഫ് ബോൺ ഗ്രോത്ത് ഓർ റിപ്പയർ. നമ്മുടെ ബോണിൻ്റെ ഗ്രോത്ത് സമയത്തും റിപ്പയർ സമയത്തും ഒക്കെ ആ ഒരു അറ്റ് സൈറ്റിൽ ഇത് കാണപ്പെടുന്നു. ഓസ്റ്റിയോബ്ലാസ്റ്റ് കാണപ്പെടുന്നു. പെരിയോസ്റ്റിയം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ബോണിൻ്റെ ഔട്ടർ പോർഷനാണ് പെരിയോസ്റ്റിയം. പെരി മീൻസ് എറൗണ്ട് എന്നല്ലേ? അപ്പോൾ പെരിയോസ്റ്റിയം ബോണിൻ്റെ ഔട്ടർ പോർഷനിലാണ്. ദെൻ ഓസ്റ്റിയോസൈറ്റ് എന്താണ്? ഓസ്റ്റിയോസൈറ്റ് ഇസ് ദ മെച്യൂർ ബോൺ സെൽ. എന്താണത്? നമ്മളുടെ മെച്യൂർ ബോൺ സെല്ലാണ്. ദാറ്റ് ഡു നോട്ട് ഡിവൈഡ്. ഈ സെല്ല് എന്ത് ചെയ്യത്തില്ല? ഡിവൈഡ് ചെയ്ത് മാറില്ല. അപ്പോൾ ഓസ്റ്റിയോസൈറ്റ് ഡിവൈഡ് ചെയ്ത് മാറില്ല. ദിസ് ഈസ് ദ മെച്യൂർ ബോൺ സെൽസ്. അപ്പോൾ അത് അവിടെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. മെച്യൂർ ബോൺ സെൽ ഏതാണ്? ഓസ്റ്റിയോസൈറ്റ് ഈസ് ദ മെച്യൂർ ബോൺ സെൽ. ദേ ആർ ഓസ്റ്റിയോബ്ലാസ്റ്റ് ദാറ്റ് ഹാവ് ബിക്കം ടാപ്ഡ് ഇൻ ദ ബോൺ മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഓസ്റ്റിയോക്ലാസ്റ്റ്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്താണ്? ബോൺ റീഅബ്സോർബിങ് സെൽസ് ആണ്. എന്താണ്? ബോൺ റീഅബ്സോർബിങ് സെൽസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ ബോൺ ടിഷ്യൂ ടു റിലീസ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്. എന്താണ്? ഇവിടെ ബോൺ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഇവിടെ റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ഓസ്റ്റിയോക്ലാസ്റ്റ് ബോൺ റീഅബ്സോർബിങ് സെൽസ് ആണ് ദാറ്റ് ബ്രേക്ക് ഡൗൺ ബോൺ ടിഷ്യൂ ടു റിലീസ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്. ദെൻ ടൈപ്സ് ഓഫ് ബോൺ ടിഷ്യൂ. കോമ്പാക്റ്റ് ബോൺ ടിഷ്യൂ ഏതൊക്കെയുണ്ട്? സ്പോഞ്ചി ബോണും ഉണ്ട്, കോമ്പാക്റ്റ് ബോണും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോണിൻ്റെ സ്ട്രക്ചർ കാണിച്ച് ഞാനത് പറഞ്ഞു തരാമേ. കോമ്പാക്റ്റ് ബോൺ ഏതാണ്, സ്പോഞ്ചി ബോൺ ഏതാണെന്നുള്ളത്. ഈ കോമ്പാക്റ്റ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൻസ് ആണ് ആൻഡ് സ്ട്രോങ് ടിഷ്യൂ ദാറ്റ് ഫോം ദ ഔട്ടർ ഷെൽ ഓഫ് ദ ബോൺസ് ആൻഡ് സ്പോഞ്ചി ബോൺ ഫിൽസ് ദ ഇൻറ്റീരിയർ ഓഫ് ബോൺസ്. അപ്പം നമ്മളത് ബോണിൻ്റെ സ്ട്രക്ചർ കാണിച്ച് തന്നെ പറഞ്ഞു. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബോൺ. ഓക്കെ. ഈ കാണുന്ന നമ്മുടെ ബോണിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് ഇവർ ഈ പറയുന്നത് കോമ്പാക്റ്റ് റീജിയൻ. എന്താണ്? ദിസ് ഈസ് ദ കോമ്പാക്റ്റ് റീജിയൻ. ഇത് ഭയങ്കര ഹാർഡാണ്. ഇവിടെ എന്താണ്? ഈ ഒരു റീജിയണിൽ എന്താണ്? ഹാർഡാണ്. പെരിയോസ്റ്റിയം, ആ ഒരു ഔട്ടർ പാർട്ടിന് എന്തെന്ന് പറയുന്നത്? പെരിയോസ്റ്റിയം എന്ന് പറയുമേ.
അപ്പോൾ ഈ ഒരു സ്പോഞ്ചി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഈ ഒരു റീജിയൺ ബോണിൻ്റെ സ്പോഞ്ചി പാർട്ടാണ്. നമ്മൾ ചിക്കൻ കാലൊക്കെ കഴിക്കുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം എന്താണ്, സ്പോഞ്ചി പാർട്ടാണ്. നമ്മളിങ്ങനെ അത് കടിച്ച് കഴിക്കുമ്പോഴത്തേക്ക് എന്തുണ്ട്, അതിനുള്ളിൽ ബോൺ മാരോ ഉണ്ട്. എന്തുണ്ട് ഇതിനുള്ളിൽ, എന്ത് കാണപ്പെടുന്നു, ബോൺ മാരോ. ഇവിടെ ഈ ഒരു റീജിയണിൽ കാണപ്പെടുന്ന റെഡ് ബോൺ മാരോ ആണ്. എന്താണ്, റെഡ് ബോൺ മാരോ ആണ് ഈ ഒരു സ്പോഞ്ചി പാർട്ടിൽ കാണപ്പെടുന്നത്, ഈ ഒരു റീജിയണിൽ കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത് യെല്ലോ ബോൺ മാരോ ആയിരിക്കും. കോമ്പാക്റ്റ് ബോണിനുള്ളിൽ ഈ ഒരു പാർട്ടിൽ കാണപ്പെടുന്നത് യെല്ലോ, ഞാൻ യെല്ലോ കളറിൽ കാണിക്കാം. ഈ ഒരു റീജിയണിൽ എന്തായിരിക്കും, യെല്ലോ ബോൺ മാരോ. അപ്പോൾ യെല്ലോ ബോൺ മാരോയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് സ്റ്റോറേജ് ആണല്ലോ. ഇവിടെ റെഡ് ബോൺ മാരോയുടെ റീജിയണിൽ എന്താണ്, റെഡ് ബോൺ മാരോ ഈ ഒരു സ്പോഞ്ച് പാർട്ടിൽ അവിടെ കട്ടി കുറവാണ്. എന്താണ്, അവിടെ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ബോണാണ്. അപ്പം ബോണിൻ്റെ പാർട്ട് രണ്ടായിട്ട്, കോമ്പാക്റ്റ് ബോണുണ്ട്, സ്പോഞ്ചി ബോണുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ സ്പോഞ്ചി ബോൺ എന്താണെന്ന് കണ്ടു, കോമ്പാക്റ്റ് ബോൺ എന്താണെന്ന് കണ്ടു. അപ്പോൾ കോമ്പാക്റ്റ് ബോൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫോംസ് ദ ഡെൻസ് സോളിഡ് ഔട്ടർ ലെയർ ഓഫ് ഓൾ ബോൺസ്. എല്ലാ ബോൺസിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്ന ആ ഒരു കട്ടി ഉള്ള ഭാഗം കോമ്പാക്റ്റ് ബോണാണ് കേട്ടോ. അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, സ്ട്രെങ്ത്, സപ്പോർട്ടും പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നു. ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബോണിൻ്റെ സ്ട്രക്ചർ എടുത്താൽ അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഓസ്റ്റിയോൺ ആണ്, അല്ലെങ്കിൽ അതിനെ ഹവേർഷ്യൻ സിസ്റ്റം എന്ന് പറയുന്നത്, ഓർ ഹവേർഷ്യൻ സിസ്റ്റം എന്ന് പറയും. ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബോണിൻ്റെ ഓസ്റ്റിയോൺ ഓർ ദ ഓസ്റ്റിയോൺ ഓർ ഹവേർഷ്യൻ സിസ്റ്റം എന്നും അതിനെ പറയും കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തോണേ. അപ്പോൾ ഇത് ഹവേർഷ്യൻ സിസ്റ്റം എന്താണെന്നല്ലേ, ഈ ഓസ്റ്റിയോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹവേർഷ്യൻ സിസ്റ്റം, ദ സെൻട്രൽ കനാൽ റൺസ് വെർട്ടിക്കലി, കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ഫോർ ദ ടിഷ്യൂ സപ്ലൈ. അപ്പം അത് നമുക്ക് ഇത്രയൊന്ന് നോക്കിയിട്ട് പോവാം. ഈ ഹവേർഷ്യൻ കനാൽ റൺസ് വെർട്ടിക്കലി, കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ് ഫോർ ദ ടിഷ്യൂ സപ്ലൈ. ആൻഡ് ബാക്കി കൂടെ നോക്കിയിട്ട് നമുക്ക് ആ ബോണിൻ്റെ സ്ട്രക്ചർ വെച്ച് തന്നെ നോക്കാം. ദെൻ കോൺസെൻട്രിക് ലാമെല്ലെ, കോൺസെൻട്രിക് റിങ്സ് ഓഫ് മെട്രിക്സ് അറൗണ്ട്സ് ദ സെൻട്രൽ കനാൽ. 1 സെക്കൻഡ്. നമ്മൾ ആദ്യം സെല്ലുകളുടെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഓസ്റ്റിയോക്ലാസ്റ്റ്, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഓസ്റ്റിയോസൈറ്റ്. ഓസ്റ്റിയോസൈറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ, ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഓസ്റ്റിയോസൈറ്റിനുള്ളത് കേട്ടോ. ദിസ് ഈസ് ദ സ്പോഞ്ചി പാർട്ട്, ദിസ് ഈസ് ദ കോമ്പാക്റ്റ് പാർട്ട് കേട്ടോ. കോമ്പാക്റ്റ് ബോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടും, സ്പോഞ്ചി പാർട്ട് എന്ന് കാണുമ്പോൾ ഈ കാണുന്ന ഒരു റീജിയൺ സ്പോഞ്ചിയുമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം ഹവേർഷ്യൻ സിസ്റ്റത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പം ഈ ഒരു പാർട്ട് കണ്ടോ, നമ്മൾ മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു ബോണൊന്ന് നടുക്കൂടെ കട്ട് ചെയ്ത് കൂട്ടിക്കോ, മിഡിൽ ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആ ബോണിൻ്റെ സ്ട്രക്ചർ കാണുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ബോണിൻ്റെ സ്ട്രക്ചർ കാണുന്നത്. അപ്പോൾ ഈ ഒരു നടുക്കത്തെ ഭാഗം കണ്ടോ, നടുക്കത്തെ ഭാഗത്ത് സെൻട്രൽ കനാൽ, ദിസ് ഈസ് ദ സെൻട്രൽ കനാൽ. അങ്ങനെ ഈ സെൻട്രൽ കനാലിൽ എന്ത് പാസ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസ്, നെർവ്സും പാസ് ചെയ്യുന്നുണ്ട്. എന്താണ്, നമ്മുടെ ബോണുകൾക്ക് ന്യൂട്രിയൻസും ഒക്കെ വേണ്ടേ. അപ്പം നമ്മുടെ ബ്ലഡ് വെസൽസ് ആണല്ലോ, നമ്മുടെ ബ്ലഡാണ്, നമ്മുടെ കഴിക്കുന്ന ആഹാരം ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം വഴി എല്ലാ ഭാഗത്തും, ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് എത്തത്തില്ല. അപ്പം നമ്മുടെ ബോണിനുള്ളിലും എന്തുണ്ട്, ഇത് ഹൈലി വാസ്കുലർ ആണ് കേട്ടോ. അപ്പം ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഈ സെൻട്രൽ പാർട്ടുകളിൽ, ഈ കനാലിൽ കൂടി എന്ത് പാസ് ചെയ്യുന്നുണ്ട്, വാസ്കുലർ, അതായത് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ലാക്യുനെ എന്ന് പറയും. ഈ ഒരു ഭാഗം എന്താണ്, ലാക്യുനെ, കണ്ടെയ്ൻ ഓസ്റ്റിയോസൈറ്റ്. ഈ ലാക്യുനെ പാർട്ടിൽ എന്താ കാണപ്പെടുന്നത്, ഓസ്റ്റിയോസൈറ്റ് ഇസ് ദ മെച്യൂർ സെൽ ഓഫ് ദ ബോൺ. നമ്മൾ എന്ത് പഠിച്ചു, ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെച്യൂർ സെൽ ഓഫ് ദ ബോണിൻ്റെ മെച്യൂർ സെൽ എന്ന് പറയുന്നത് എന്താണ്, ഓസ്റ്റിയോസൈറ്റ് ആണ്. അപ്പോൾ ഈ ഓസ്റ്റിയോസൈറ്റിൻ്റെ റീജിയണിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫ്ലൂയിഡ് കിടക്കുന്ന പോലെ, ഫ്ലൂയിഡ് പാർട്ട് പോലെ കാണുന്ന അതിന് നമ്മൾ ലാക്യുനെ എന്ന് പറയും. എന്തെന്ന് പറയും, ലാക്യുനെ എന്ന് പറയും. ദെൻ ദിസ് ഈസ് ദ ലാമല്ലെ എന്ന് പറയും. ഈ ഒരു പാർട്ട് കണ്ടോ, ഇത് കോൺസെൻട്രിക് ലാമല്ലയാണ്. എന്താണിത്, കോൺസെൻട്രിക് ലാമല്ലെ. ഈ ഒരു മുഴുവൻ സിസ്റ്റത്തിനെ ഒന്നിച്ചാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹവേർഷ്യൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഓസ്റ്റിയോൺ എന്ന് വിളിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ബോണിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഇത് ഈ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ. ഇതെന്താണ്, ഹവേർഷ്യൻ സിസ്റ്റം ഓർ ഓസ്റ്റിയോൺ എന്ന് വിളിക്കുക. ഇതിനെ ഹവേർഷ്യൻ സിസ്റ്റം ഓർ ഓസ്റ്റിയോൺ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ ബോണിൻ്റെ
മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഈ ഒരു കാണിച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഹവേർഷ്യൻ സിസ്റ്റമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു സിസ്റ്റത്തെ പാർട്ട് കാണപ്പെടുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോഴത്തേക്ക് ടിഷ്യൂ ഈ ഒരു സിസ്റ്റം കാണുന്നത്, ഈ ഒരു പാർട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഇതാണ് ഓസ്റ്റിയോസൈറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓസ്റ്റിയോസൈറ്റ് ഇസ് ദ മെച്യൂർ സെൽ ഓഫ് ദ ബോൺ. അപ്പോൾ കോൺസെൻട്രിക് റിങ്സ് ഓഫ് മെട്രിക് സറൗണ്ടിങ് ദ സെൻട്രൽ കനാൽ. ലാക്യുനെ എന്ന് വെച്ചാൽ സ്മോൾ സ്പേസസ് ഹൗസിങ് ദ ഓസ്റ്റിയോസൈറ്റിൻ്റെ ഇടയിൽ ഒരു സ്മോൾ സ്പേസ് കാണപ്പെടുന്നത്. അതെന്താണ്? ലൊക്കേറ്റഡ് ഇൻ ദ ബിറ്റ്വീൻ ദ ലാമല്ലേ. ഈ ഓസ്റ്റിയോസൈറ്റ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലാമല്ലേ കേട്ടോ. അപ്പോൾ ലാക്യുനെ എന്നാണ് പറയുന്നത്. അതിനെന്തെന്ന് പറയും? ഇതെവിടെയായിട്ടാണ് കാണപ്പെടുന്നത്? ലാമല്ലയുടെ ഇടയിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് ദിസ് ഈസ് ദ പെരിയോസ്റ്റിയം. ഈ കാണപ്പെടുന്ന സ്ട്രക്ചർ വരയ്ക്കുന്ന ഇതെന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലാണ് ഈ കാണപ്പെടുന്നത്. ഇതിനുള്ളിൽ ഇങ്ങനെ എന്ത് കാണപ്പെടും? നമ്മളുടെ ഇങ്ങനെ ഒരു നെറ്റ്, നമ്മുടെ ഈ ഹണീബീയുടെയൊക്കെ കൂട് കണ്ടിട്ടില്ലേ? ഹണീബീയുടെ അതുപോലെ കാണപ്പെടും. ഇവിടെ സെൻട്രലിൽ എന്തുണ്ട്? ഒരു കനാലുണ്ട്. ആ കനാലിൽ കൂടി എന്ത് പാസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് വെസൽസും ഒക്കെ. അതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? സെൻട്രൽ കനാലെന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? അതിനെ സെൻട്രൽ കനാലെന്ന് വിളിച്ചു. ഈ കാണുന്നതാണ് ലാമല്ലേ. ഇതെന്താണ്? ലാമല്ലേ. ഇതിനിടയിൽ എന്ത് കാണപ്പെടുന്നു? ഓസ്റ്റിയോസൈറ്റ് സെല്ല് കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഓസ്റ്റിയോസൈറ്റ് സെല്ല് കാണപ്പെടുന്നത്. ഈ ഓസ്റ്റിയോസൈറ്റിൻ്റെ സെല്ലിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞ ഓസ്റ്റിയോസൈറ്റ്സിൻ്റെ ഇങ്ങനെ ഒരു റീജിയൻ ആണ്. ആ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് എന്താണ്? സ്പേസ് പോലെ ഇങ്ങനെ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കാണാം. അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മൾ ലാക്യുനെ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെന്ന് വിളിക്കുന്നു? ലാക്യുനെ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു മുഴുവൻ സിസ്റ്റത്തിനെയും കൂടെ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഹവേർഷ്യൻ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? ഹവേർഷ്യൻ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബോർഡെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രക്ചർ വരച്ച് പഠിപ്പിക്കാൻ പറ്റത്തുള്ളേ. അപ്പം ദെൻ ലാക്യുനെ എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ കനാലിക്കുലി, ടൈനി കനാൽ റേഡിയേറ്റിംഗ് ഫ്രം ലാക്യുനയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്മോൾ കനാൽ പോലെ കാണപ്പെടുന്നതാണ് കനാലിക്കുലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് കാണുന്നതിനാണ് കനാലിക്കുലി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അലോ ഓസ്റ്റിയോസൈറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് ന്യൂട്രിയൻസ് ഒക്കെ ഈ ഒരു ഭാഗത്തു കൂടിയാണ് ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഹവേർഷ്യൻ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. ഹവേർഷ്യൻ സിസ്റ്റം ദെൻ ലൊക്കേറ്റഡ് ഓൺ ദ സ്പോഞ്ചി ബോൺ. നമ്മൾ ഓൾറെഡി കണ്ടതാണ് സ്പോഞ്ചി ബോൺസ് എന്താണെന്നുള്ളത്. ദെൻ ബ്ലഡ് ആൻഡ് നെർവ് സപ്ലൈ. ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്? ബ്ലഡ് നെർവ് സപ്ലൈ ഉണ്ട്. അതാണ് നമ്മൾ സെൻട്രൽ പാർട്ടിൽ കൂടിയാണ് ഈ ബ്ലഡും നെർവ് സപ്ലൈയും ഒക്കെ പോകുന്നത്. അപ്പോൾ പെരിയോസ്റ്റിയം എന്താണ്? എ ടഫ് ഔട്ടർ മെംബ്രെയിൻ ദാറ്റ് റാപ്സ് ദ ബോൺ. നമ്മുടെ ബോണിൻ്റെ, നമ്മൾ ഇപ്പോൾ ഒരു ബോണിൻ്റെ സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിക്കാമേ. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബോൺ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പോഞ്ചി പാർട്ടാണ്. ഇതെന്താണ്? റെഡ് ബോൺ മാരോ ആണ്. എന്താണ്? റെഡ് ബോൺ മാരോ ആണ് ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കോമ്പാക്റ്റ് ബോണാണ്, ടഫസ്റ്റ്. കുറച്ച് അതിൻ്റെ താഴ്ത്ത് വരുമ്പോൾ നല്ല കട്ടികൂടിയ എല്ലല്ലേ കാണപ്പെടുന്നത്, ബോണല്ലേ കാണപ്പെടുന്നത്. ആ ഒരു റീജിയൻ, ഔട്ടർ പാർട്ടിനെ നമ്മൾ പെരിയോസ്റ്റിയം എന്നാണ് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? എ ടഫ് ഔട്ടർ മെംബ്രെയിൻ ദാറ്റ് റാപ്സ് ദ ബോൺ ദാറ്റ് ഈസ് കോൾഡ് ദ പെരിയോസ്റ്റിയം. അപ്പോൾ ഇന്നർ പാർട്ടിൽ കാണുന്ന എൻഡോസ്റ്റിയം ആയിരിക്കും. എൻഡോ മീൻസ് ഇന്നർ പാർട്ടിലുള്ളത് എന്താണ്? എൻഡോസ്റ്റിയം ആണ് കേട്ടോ. അപ്പോൾ ഔട്ടർ ഫൈബ്രസ് ലെയർ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ. ഈ ഒരു ഭാഗം, ഈ ഒരു പെരിയോസ്റ്റിയത്തിൻ്റെ ഔട്ടർ ഫൈബ്രസ് ലെയർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇന്നർ ലെയർ എന്ന് പറയുമ്പോൾ റിച്ച് ഇൻ ബ്ലഡ് വെസൽസ് ആണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആ സെൻട്രൽ കനാൽ ഭാഗത്ത് റിച്ച് ഇൻ ബ്ലഡ് വെസൽസ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് ഈസ് ദ സെൽ, ദാറ്റ് ഈസ് ദ സെൽ. ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ് സെൽസും കാണപ്പെടുന്നു ഇന്നർ ലെയറിൽ. എൻഡോസ്റ്റിയം എന്നാണ് ആ ഒരു മെമ്പറൈൻ, അതിനെ ആ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിനെ എൻഡോസ്റ്റിയം പാർട്ടാണ് കേട്ടോ. ദെൻ ന്യൂട്രിയൻസ് ആർട്ടറീസ് കാണുന്നു. അപ്പോൾ ഈ ബോൺ ഷാഫ്റ്റ് വൈൽ ദ എപ്പിഫൈസിസ് ഹാവ് ദെയർ ഓൺ ബ്ലഡ് സപ്ലൈ ക്രിയേറ്റിംഗ് ആൻഡ് ഇൻ്റർ കണക്റ്റിംഗ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ്
കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്താണ്, ഇതിൻ്റെ കോമ്പാക്റ്റ് കട്ടി കൂടിയ ഭാഗവും ഇതൊരു സ്പോഞ്ചി പാർട്ടുമാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ ഈ കോമ്പാക്റ്റ് റീജിയനിടയിൽ കൂടി എന്തുണ്ട്, നെർവ് പാസ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ലോങ് ബോൺസ്. എന്താണ്, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ലോങ് ബോൺസ്. ഇതിൻ്റെ പാർട്സിനെ, ഈ സ്പോഞ്ചി പാർട്സിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്, എന്താണ്, എപ്പിഫൈസിസ്. അപ്പോൾ ദിസ് ഈസ് ദ ഷാഫ്റ്റ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് ബോൺ. എന്താണ്, ഡയാഫൈസിസ്. ഇറ്റ് ഈസ് കോൾഡ് ദ ഡയാഫൈസിസ്. അപ്പോൾ ലോങ് ബോൺസിൻ്റെ പാർട്ടിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എപ്പിഫൈസിസ് എന്നും ഡയാഫൈസിസ് എന്നും. എപ്പിഫൈസിസ് മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും എന്താണ്, എപ്പിഫൈസിസ് ആണ് കേട്ടോ. അപ്പോൾ അത് സ്പോഞ്ചി പാർട്ടാണ്, ഈ ഒരു ഭാഗം കോമ്പാക്റ്റ് പാർട്ടുമാണ്. അപ്പം ഈ കോമ്പാക്റ്റ് ഡയാഫൈസിസിൻ്റെ മുകൾ വശത്ത് പ്രോക്സിമൽ എപ്പിഫൈസിസും താഴെ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൽ, അതായത് ദൂരത്തുള്ളതും അടുത്തുള്ളതുമാണ്. ദെൻ ഈ ഒരു ഭാഗമെന്ന് പറയുന്ന ആർട്ടിക്കുലർ കാർട്ടിലേജ്, എപ്പിഫൈസിൽ ലൈൻ, ഈ കാണുന്നത് എപ്പിഫൈസിൽ ലൈനാണ്, സ്പോഞ്ചി ബോണാണ് ഇൻസൈഡിൽ കാണപ്പെടുന്നത്. ദെൻ എന്താണ്, കോമ്പാക്റ്റ് ബോൺ. ഈ ഒരു കട്ടിയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ കോമ്പാക്റ്റ് ബോണാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തുണ്ട്, ന്യൂട്രിയൻറ്റ് ഫോറാമൻ. ഇതിനുള്ളിൽ കോമ്പാക്റ്റ് ബോണിനുള്ളിൽ പെരിയോസ്റ്റിയത്തിനുള്ളിൽ കാണപ്പെടുന്ന ലെയർ എൻഡോസ്റ്റിയമാണ്. അപ്പം ബോണിന് 2 ലെയറുകളുണ്ട്, പെരിയോസ്റ്റിയവും എൻഡോസ്റ്റിയവും ഉണ്ട് കേട്ടോ. ഈ നടുക്ക് കാണുന്ന ഈ ക്യാവിറ്റി എന്താണ്, മെഡുല്ലറി ക്യാവിറ്റിയാണ്. എന്താണ്, നടുക്ക് എന്താണ്, മെഡുല്ലറി ക്യാവിറ്റി എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു സെൻട്രൽ കനാൽ വഴി അകത്തോട്ട് പാസ് ചെയ്യുന്ന ഒരു പാർട്ടില്ലേ, നമ്മൾ പഠിച്ചത് ഒരു ബോണിനെ നടുക്കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ നടുക്കൂടെ ഒരു സെൻട്രൽ കനാൽ ഉണ്ടെങ്കിൽ അകത്തോട്ട് ആ ഒരു കനാൽ ഉണ്ടായിരിക്കുമല്ലോ, ഉള്ളിലേക്കുണ്ട്. നമ്മളിപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ ചിക്കൻ്റെ എല്ലൊക്കെ കടിച്ച് കഴിഞ്ഞിട്ട് ആ കോമ്പാക്റ്റ് റീജിയൻ വരുമ്പോൾ നമ്മൾ കുടഞ്ഞ് അതിനുള്ളിലെ മജ്ജ വെളിയിലെടുത്തില്ലേ, അതിനുള്ളിൽ ഒരു കനാൽ പോലെയല്ലേ കാണപ്പെടുന്നത്, ആ ഒരു ക്യാവിറ്റി പോലെയല്ലേ അതിനുള്ളിൽ, ഈ എല്ലിനുള്ളിൽ അന്നേരം കാണപ്പെടുന്നത്. അപ്പോൾ അതിനുള്ളിൽ കൂടി പാസ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഔട്ടർ പോർഷൻ എന്ന് പറയുന്ന പെരിയോസ്റ്റിയം, ഇന്നർ പോർഷൻ എൻഡോസ്റ്റിയം. അതിനുള്ളിൽ, ഈ എൻഡോസ്റ്റിയത്തിനുള്ളിൽ ഒരു സെൻട്രൽ കനാൽ ഉണ്ട്, ആ കനാലിനുള്ളിൽ ന്യൂട്രിയൽ ഫോറാമൻ, അതായത് ബ്ലഡ് വെസൽസ് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.